നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് മഞ്ജു വാര്യരായിരുന്നു. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട് മഞ്ജു. ഒരിഞ്ച് പോലും പിന്നിൽ പോയിട്ടില്ല മഞ്ജുവിന്റെ നിലപാട്. കേസിൽ നീതി നടപ്പായില്ലെന്നും കുറ്റം ചെയ്തവർ ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ടെന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും മഞ്ജു വാര്യർ പറയുന്നു. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ, വളരെ രൂക്ഷമായ ഒരു വിമർശനമാണ് അതിജീവിതയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ നീതി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് തോന്നുന്ന മട്ടിലാണ്. അത് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും അതല്ലാതെയും ഇന്ന് അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള ഐക്യപ്പെടലുകൾ നടക്കുകയാണ്. അവർ വളരെ കൃത്യമായി എണ്ണി പറയുന്നുണ്ട് കാരണങ്ങൾ. ഈ വിചാരണാ കോടതിയിൽ എന്തുകൊണ്ട് തനിക്ക് അവിശ്വാസമുണ്ട് എന്ന് അത് പങ്കുവയ്ക്കുകയാണ് മഞ്ജു. ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു അവൾക്കൊപ്പമെന്ന്. അതിജീവിത പറയുന്നതിൽ കഴമ്പില്ലേ? ഡോക്ടർ അരുൺകുമാർ, വിചാരണ കോടതിക്കെതിരെ അതിജീവിത കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. 8 വർഷവും 9 മാസവും 23 ദിവസവും നീണ്ടുനിന്ന അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞത്. അതിൽ അതിജീവിത സമൂഹമാധ്യമ പോസ്റ്റ് വഴി തന്റെ നിലപാട് പങ്കുവെക്കുകയാണ്. ആദ്യമായി ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം അവർ പറയുന്നത്, പലരും നിരാശ പ്രകടിപ്പിച്ചു, പക്ഷെ തനിക്കിതിൽ അത്ഭുതമില്ല. ചില അടിസ്ഥാന അവകാശങ്ങൾ ആദ്യം മുതലേ തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന കാര്യം അവർ പറയുന്നു. ഒരു കാര്യം അവർ പറയുന്നുണ്ട്, വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക കാണുന്നുണ്ട്. അത് കെട്ടുകഥയെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയായി സമർപ്പിക്കുകയാണ് എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ കുറ്റാരോപിതരിൽ ചിലരിലേക്ക് പോകുമ്പോൾ കേസിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു. 8ാം പ്രതി ദിലീപിനെ തന്നെയാണ് ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയുന്നതും ഇതേ കാര്യത്തിൽ ഊന്നി തന്നെയാണ്. അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പലതവണ പറഞ്ഞു. ഹാഷ് വാല്യൂ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് കിട്ടാൻ വൈകി. പിന്നീട് ഈ ജഡ്ജിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് പോയപ്പോൾ പ്രതിഭാഗം അങ്ങനെയല്ല, നേരെ എതിർനിലപാട്, ഇവർ തന്നെ തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച സാഹചര്യം അടക്കമുണ്ടായി. അതുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്നത് അടിസ്ഥാനപരമായി വലിയ നീതി നിഷേധമുണ്ടായി. ഇതിൽ താൻ അത്ഭുതപ്പെടുന്നില്ല. പ്രോസിക്യൂട്ടർമാർ പലതവണ പക്ഷപാതപരമായ പെരുമാറ്റം ഉണ്ടെന്ന് കാട്ടി അവർ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇക്കാര്യം അവർ തന്നോട് പറഞ്ഞു തുടങ്ങി. അവരുടെ വിമർശനങ്ങൾ ഒന്നായി അക്കമിട്ട് നിരത്തുകയാണ്. വലിയ അനീതി നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്. നിയമത്തിന്റെ മുന്നിലെ തുല്യത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കടുത്ത വിമർശനമാണ് അതിജീവിത സമൂഹ മാധ്യമ പോസ്റ്റ് വഴി പങ്കുവെക്കുന്നത്.